ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ക്ഷേമ പെൻഷനെ പറ്റിയാണെന്നാണ് അയാൾ സംസാരിക്കണതെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പെൻഷനേഴ്സിൻ്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് വിചിന്തനം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചില്ല. ഇപ്പം ഈ പറഞ്ഞു കേട്ടപ്പോഴാണ് ഇയാൾ ഈ സർവീസുമായിട്ട് ഇങ്ങനെ മന്ത്രി ഇങ്ങനെ പെൻഷനേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇയാൾ ഇത് ഏത് ലോകത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ് ഈ മന്ത്രി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 22 വർഷമായി പെൻഷൻ വാങ്ങുന്ന എറണാകുളം വരാപ്പുഴ ചേന്നൂർ സ്വദേശി ആന്റണി എംഡിയുടെ വാക്കുകളിൽ ഓരോ സർവീസ് പെൻഷൻകാരുടെയും നിലപാടും വികാരവുമുണ്ട്. മന്ത്രിമാർക്ക് എന്തും പറയാം, പക്ഷേ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരുടെ അവസ്ഥ മന്ത്രിക്കറിയുമോ? ഗ്രഹത്തിൽ നിന്ന് വന്ന മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്താണെന്നറിയാം, ഇത് ഈ ഭൂമിയിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്, സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല. കാരണം അയാളുടെ നാവിൽ നിന്ന് അത് വരില്ല, ഒരു കാരണവശാലും വരത്തില്ല. കാരണം സർവീസിലുണ്ടാകുന്ന ഒരു കുടുംബം നടത്തിപ്പോൾ ഒരാളുടെ ജോലി കൊണ്ട് ഒരു കുടുംബം നടത്തിക്കൊണ്ട് എങ്ങനെ പോകും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു. കാരണം അവരുടെ ജീവിത രീതികൾ എന്താണെന്ന് ആ വീടുകളിൽ വന്ന് സന്ദർശിച്ച് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ആദ്യം ലോൺ എടുത്ത് GCDയിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നെ ലോൺ എടുത്ത് കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് വൈഫ് മരിച്ചപ്പോൾ സ്വർണ്ണം മുഴുവൻ വിറ്റ് ആ കടം വീട്ടി. മനസ്സിലായ? പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു പേര് 12 വർഷത്തേക്ക് ഒരു കമ്മ്യൂട്ടേഷൻ ഉണ്ട്. അത് 12 കൊല്ലം കഴിഞ്ഞിട്ട് ഫുൾ പെൻഷൻ കിട്ടുള്ളൂ. ഫുൾ പെൻഷൻ അപ്പോൾ 850 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ പെൻഷനായിട്ട് കിട്ടിയത്. 50 വർഷമായി പെൻഷൻ വാങ്ങുന്ന സ്വന്തം അമ്മയോട് എന്തിനാ പെൻഷൻ വാങ്ങുന്നതെന്ന് മന്ത്രിക്ക് ചോദിക്കാം. മന്ത്രിമാരുടെ അവസ്ഥ അതല്ലല്ലോ, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചിലവും അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിലും എല്ലാത്തിനും അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ അത് നികുതിപ്പണം കൊണ്ടാണല്ലോ അവർ ജീവിക്കണം. പക്ഷേ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നമാരെയാണ് എല്ലാവരുടെ പ്രവൃത്തി. കിട്ടുന്ന പെൻഷൻ കൊണ്ട് വീട്ടു ചെലവ് നടത്താൻ പോലും കഴിയുന്നില്ല. ആശുപത്രി കേസ് വന്നാൽ ജീവിതമാകെ താളം തെറ്റും. ആശുപത്രി ചെലവിൻ്റെ പകുതി പോലും ഇൻഷുറൻസ് തുക കിട്ടില്ലെന്നും ആന്റണി MD പറഞ്ഞു. മെഡിസെപ്പിൻ്റെ ആനുകൂല്യമാണ്, അത് എത്രയോ കൊല്ലം മുമ്പെങ്കിലും ഇംപ്ലിമെൻ്റ് ആക്കേണ്ടതാണെന്നറിയാം. കാരണം ഇത് നീട്ടി വെച്ച് ഒരു 9 വർഷം കഴിഞ്ഞ് ഇപ്പം ആനുകൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്താലും ഒരു 50,000 ആയി കഴിഞ്ഞാൽ ഒരു 30,000 രൂപ കൂടുതൽ നമുക്ക് കിട്ടാറില്ല. ബാക്കി 20,000 രൂപയും നമ്മുടെ കയ്യിൽ നിന്ന് കെട്ടേണ്ട ഗതിയാണ്. ഇതാണ് ഒരു സാധാരണ സർക്കാർ പെൻഷൻകാരുടെ അവസ്ഥ. ഇതൊക്കെ മന്ത്രിക്ക് മനസ്സിലാകുമോ ആവോ? മാതൃഭൂമി ന്യൂസ്, കൊച്ചി.